ഹലോ ഗായ്സ്, ഞാൻ സാന്നേ. നമ്മളിപ്പോൾ ഉള്ളത് റഹോസ്നിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നൊരു മല കയറാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ കാണാം. ബൈ. ഈ മലയാണോ കയറാൻ പോകുന്നത്? അല്ല, കള്ളവണ്ടിക്കാരനോ പാട്ടത്തിട്ട് പോയി തുള്ളി ഞങ്ങളിതാ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. വരൂ, നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മൗണ്ടൈനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സ്ഥലത്തിൻ്റെ പേര് ഇതാണ്. വായിക്കാൻ കിട്ടുന്നവർ വായിച്ചോളൂ. അയാൾ ആദ്യം ചെരുപ്പൂരുന്നു. ഞാൻ കരുതി ആദ്യം ചെരുപ്പൂരിട്ടാണ് പോകേണ്ടതെന്ന്. പിന്നീടാണ് മനസ്സിലായത് അയാളുടെ ചെരുപ്പിനുള്ളിൽ എന്തൊക്കെയാണ്, ചെരുപ്പല്ല ഷൂ. ഓക്കെ, ഒരു പൊളിഞ്ഞ മരം ഇങ്ങനെ പോകുന്നു. ഞങ്ങളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ നല്ലൊരു വഴിയാണ്. ഈ ഫോറസ്റ്റ് മൊത്തം കാറാണ്. റോങ് ടൈം പോലെ ഏതൊരു പെണ്ണ് വരുന്നുണ്ട്. എന്നെ തന്നെ ഒന്ന് കാണിക്കാം. ഹായ്. വാവ്, ഈ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാമ്പ്, കരടി, മാൻ, വേറൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാണത്? നേരത്തെ കണ്ട പെണ്ണാണ്. വിചലംബമായ വഴി. മലയ്ക്കലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, നമുക്കിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എന്താണത്? അവിടെ ആരുമില്ല. ഇവിടെ നിന്നാണോ? ഇവിടെ ആരുമില്ല. ദൃശ്യമനോഹരമായ ഒരു സഞ്ചാരം. അയ്യോ, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. ഏകദേശം നമ്മൾ സ്ഥലത്തെത്താറായിട്ടുണ്ട്. നിങ്ങളിത് കാണുക. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, മൗണ്ടെയിൻ പാലസ് എന്നാണെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട ആൾ തിരിച്ചു വരുന്നു. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് വ്യൂ പോയിന്റ്. സുന്ദരമായ കാഴ്ചകൾ കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നല്ലൊരു സ്ഥലം കൂടി ഉണ്ട്. കാണിക്കാം. എനിക്ക് വയ്യ. സ്ലോവാക്യൻ ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിക്കുന്നു. വ്യൂ പോയിന്റ്, അതിമനോഹരമായ വ്യൂ പോയിന്റ്. ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം. വളരെ നല്ലൊരു കെട്ടിടം തന്നെയാണ്. പക്ഷേ സിമെൻറ്റും ഒന്നും തേച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പാറക്കല്ല് കൊണ്ട് വെച്ച് ശിലായുഗ കാലത്തുണ്ടാക്കിയ ഒരു മനോഹരമായ ബിൽഡിംഗ്. പക്ഷേ ഇതിനൊരു തേപ്പ് പോലും ഇല്ല. അന്നത്തെ കാലത്ത് തേപ്പില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ കൺസ്ട്രക്ഷൻ വർക്ക് എടുത്ത് തരാമെന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ ഫ്ലോപ്പാണ്. ദിസ് വേ വെരി ഡിഫിക്കൽട്ട് വേ. നോ പ്രോബ്ലം. ഞങ്ങൾ കുറച്ചും കൂടി മേലോട്ട് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. താഴോട്ട് എത്തിയാൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ക്യാമറ തിരിഞ്ഞു പോയി ജീവിയെ കാണുക. ഇതെന്താ സാധനമെന്ന് പോയ ഞങ്ങൾക്കും കൂടെയുള്ളവർക്കും അറിയില്ല. മൂങ്ങയാണോ എന്തോ അമ്പലമാണെന്ന് തോന്നുന്നു. ഇനി ഇരുമിനിയാക്കിയാണോ അതും അറിയില്ല. ഏതായാലും നോക്കിയിരിക്കാം. ഞാൻ എന്നെ തന്നെ ഒന്ന് വട്ടം ചുറ്റി കാണിക്കാം. വാവ്, ഞാൻ അത്രയും സുന്ദരം. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സിഡ്നിയിലേക്ക് 15,887 കിലോമീറ്റർ. ന്യൂയോർക്കിലേക്ക് ഇവിടുന്ന് 6,832 കിലോമീറ്റർ. ന്യൂയോർക്ക് വളരെ നല്ല പ്രസിദ്ധമായ സ്ഥലമാണ് സ്ലോവാക്യയിലെ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ബ്യൂട്ടിഫുൾ നേച്ചർ പ്ലേസ്. പക്ഷേ കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്നും പോരാ. അതാണ് തോന്നുന്നു. ഹാർട്ട് കൊള്ളാട്ക, അതാണ് ഇതിൻ്റെ പേര്. ഈ പൊട്ടിപ്പൊളിഞ്ഞതാണ് നേരത്തെ ഫോട്ടോയിൽ കണ്ട പാലസ് ആണെന്ന് പറയപ്പെടുന്നത്. പാലസ് ആണെന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാവരും വന്ന് നോക്കുന്ന കൂട്ടത്തിൽ ഞാനും വന്ന് നോക്കി. എന്ത് മനോഹരമായ കാഴ്ച. നിങ്ങളിത് കാണുക. അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കുകയാണ്. ഞാൻ പുറകിലും. എനിക്കൊപ്പം നടക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ അതിനെ പുറകിലാക്കി. ഇത് നേരിട്ട് കാണുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഇളകുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ല. അടുത്തത് നമ്മൾ പോയത് മീൻ പിടിക്കാനായിരുന്നു. ഇവിടെ മീൻ പിടിക്കാൻ പ്രത്യേകം പെർമിഷനും വേണം. ചൂണ്ടയ്ക്കൊക്കെ നല്ല പൈസയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ട വാങ്ങിയില്ല. ചൂണ്ട ഇടുന്നവരെ കാണാൻ പോയി. വളരെ മനോഹരമായ ക്ലീനായിട്ടുള്ള കായൽ. ഇയാളുടെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷേ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എന്നാലും ഞാൻ മനസ്സിലായ പോലെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അദ്ദേഹം മീനിന് വേണ്ടി ചൂണ്ടയിടാൻ പോവുകയാണ്. ചെറിയൊരു മീനെ കിട്ടി. ജീവൻ്റെ തുടിപ്പുള്ള മീൻ. അതിപ്പം മരിച്ചു പോകാനായിരിക്കുന്നു ഗൈസ്. ചത്തു പോകാനായിരിക്കുന്നു ഗൈസ്. പല്ലൊക്കെ പറിക്കുന്നുണ്ട് കേട്ടാ. മേ ബി ഇയാൾ മീനിൻ്റെ ഡെൻറ്റിസ്റ്റ് ആയിരിക്കും. പല്ലല്ലേ, അറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. നമുക്ക് നോക്കിയിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ നോക്കാം. പല്ലൊക്കെ പറിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. ചെറിയ മീൻ ഇവിടെ പിടിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അത് അയാൾ ഇത് സ്വല്പം വലുതാണ്. ഇവരെന്താ ഈ വായനെടുക്കുന്നത്? ഈ ചൂണ്ടയിട്ട് ഏതോ ഭാഗം എടുക്കണോ അതും അറിയില്ല. എന്തായാലും നാട്ടിലായിരുന്നെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് കറി വെക്കാനുള്ള സാധനം കിട്ടിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ മീനെയും അവർ കായലിലേക്ക് തന്നെ ഇടാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തരില്ല എന്ന് മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. വീണ്ടും അത് കായലിലേക്ക് എറിഞ്ഞു. അങ്ങനെ ഞാൻ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ.